ഹായ് ഗായ്സ്. നമ്മുടെ സ്പെഷ്യൽ ലാമിനേറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്മട്രിക്കൽ ലാമിനേറ്റ് തുടങ്ങിയിരുന്നു. അതിൻ്റെ ബാക്കി ഏതൊക്കെ ലാമിനേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അസിമെട്രിക്കൽ ലാമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ എന്താണ് സിമ്മട്രിക്കൽ ലാമിനേറ്റ്? ഈ സിമ്മട്രിക്കൽ ലാമിനേറ്റ് എന്ന് അപ്പോൾ നമുക്ക് ആ കോമ്പോസിറ്റിൽ എത്ര ലെയർ ഉണ്ടോ അപ്പോൾ ആ ലെയറിൻ്റെ നമുക്കൊരു പകുതിയായിട്ട് എടുക്കും. ലൈക്ക് മിറർ ഇമേജ് പോലെ ഉണ്ടായിരിക്കുന്ന ഒരു ടൈപ്പിലാണ് നമ്മുടെ കോമ്പോസിറ്റിൻ്റെ ലെയർ അറേഞ്ച് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്മട്രിക്കൽ കോമ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 8 ഉണ്ട്. 8 സെൻട്രൽ പോർഷൻ നമ്മൾ എടുത്തിട്ട് മുകളിൽ 4 ഈ 4 നേരെ മിറർ ഇമേജ് ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ സിമ്മട്രിക് ലാമിനേറ്റ്സ് എന്നും. ഇത് നേരെ നിങ്ങൾ തിരിച്ച് ഇപ്പോൾ ഇവിടെ 90ക്ക് ശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. 0, 45, -45, ദെൻ 90 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വേറെ ടൈപ്പ് ഓഫ് ലാമിനേറ്റ്സ് ആയിരിക്കും. കാരണം നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ സിമ്മട്രിക് ലാമിനേറ്റ് എന്ന് പറയുള്ളൂ എന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത അസിമെട്രിക്കൽ ലാമിനേറ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിമ്മട്രിക് ലാമിനേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഏതാണോ നമുക്ക് ഫസ്റ്റ് ലെയർ ആ ലെയർ ഉണ്ടാവും, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ, ദെൻ അടുത്ത 3 ലെയർ നമുക്ക് ടോട്ടൽ 6 ലെയർ ആണ് ഇതിൻ്റെ കോമ്പോസിൻ്റെ ലെയർ ഇരിക്കുന്നത്. അടുത്ത 3 ലെയർ ഇവിടെ നിന്ന് ഇതിൻ്റെ മിറർ ഇമേജ് കാണുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ എങ്ങനെയാണോ ഈ ലെയർ ഉണ്ടായിരുന്നത് ഈ ലെയർ നേരെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും 1 2 3 ഇവിടെ 1 2 3 എന്നുണ്ടെങ്കിൽ ആ 1 2 3 എന്നായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ 1 2 3 എന്നാണെങ്കിൽ ഇവിടെ 3 2 1 എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ കാണുന്നതിനാണ് നമ്മൾ അസിമെട്രിക്കൽ ലാമിനേറ്റ് എന്ന് നമ്മൾ പറയുക. ഈ അസിമെട്രിക്കൽ ലാമിനേറ്റ്സിൽ നമുക്ക് 2 രീതിയിൽ നമുക്കുണ്ട്. അസിമെട്രിക്കൽ ലാമിനേറ്റും ഉണ്ട്, ആൻറ്റി സിമെട്രിക്കൽ ലാമിനേറ്റ്സും പറയും. ഈ ആൻറ്റി സിമെട്രിക്കൽ ലാമിനേറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഈക്വൽ വാല്യൂസ് ആയിരിക്കില്ല ഉണ്ടാവുക. മറ്റേതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കും, ബട്ട് സെയിം വാല്യൂസ് ആയിരിക്കും ആംഗിൾ ഉണ്ടാവുക. നമുക്ക് മറ്റേന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക്കും സിമെട്രിക്കേ അല്ല. പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 6 ഉണ്ട്. ഇവിടെ 6 3 മുകളിലുള്ള ഏതാണോ വാല്യൂ ആ വാല്യൂ സെയിം ആയിരിക്കില്ല താഴെ ഉണ്ടാവുക എന്നുള്ളതാണ് ആൻറ്റി സിമെട്രിക് ലാമിനേറ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് കുറേ മാട്രിക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കേസ് നമുക്കിവിടെ വേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് ഞാൻ നോട്ട്സ് തരാം. അതിൽ ഇതിൻ്റെ മാട്രിക്സിൻ്റെ വാല്യൂസ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് അത് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സിമെട്രിക് എന്താണെന്നുള്ളതും ആക്സിസ് സിമെട്രിക് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലൊരു ആൻറ്റി സിമെട്രിക് ലാമിനേറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമാണ്, ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ് ആണ്. യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലെയർ ഉണ്ടോ, ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ 10 നമ്മൾ ആ ഫസ്റ്റ് ലെയറിൽ എന്താണോ ഉപയോഗിച്ചിരുന്നത്, ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ഫൈബർ നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള എല്ലാ ലെയറിലെ ലാമിനേറ്റ്സും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് യൂണി ഡയറക്ഷണൽ ലാമിനേറ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒരിക്കലും യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ലോഡുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആക്സിസ് സിമെട്രിക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് പ്ലൈ ലാമിനേറ്റ് ആണ്. ഈ ക്രോസ് പ്ലൈ ലാമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0 ആണ് ആദ്യത്തെ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ലാമിനേറ്റിനെയാണ് നമ്മൾ ക്രോസ് പ്ലൈ ലാമിനേറ്റ്സ് എന്ന് നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയുക. ഇതും നമ്മളിപ്പോൾ 2 ഡയറക്ഷനിൽ വരുന്ന ലോഡുകൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കും. മൾട്ടി ഡയറക്ഷനിൽ വരുന്നതിനെ നമ്മൾ മറ്റു ടൈപ്പ് സിമെട്രിക് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആക്സിസ് സിമെട്രിക് എന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഈ രീതിയിൽ വരുന്നതിന് നമ്മൾ ക്രോസ് പ്ലൈ ലാമിനേറ്റ് കോമ്പോസിറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓക്കെ, ഇന്ന് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കാരണം ഞാൻ ഇത് പെട്ടെന്ന് തീരുന്നത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ കുറച്ചായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ് ഒരു ക്ലാസ്സിലോടുകൂടി നമുക്ക് ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടുത്തൊരു ക്ലാസ്സും കൂടി എടുത്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.